അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഗ്യാങ് ഇങ്ങനെ ഒരു ടൈമിൽ പോയ ആൾക്കാരെന്ന് പറയുമ്പോൾ അതെനിക്ക് ഒബ്വിയസ്ലി ഗ്യാങ്ങിന് ഒരു ഡൗൺ ടൈം ആണ്. സോ ആ ഒരു ഇതെനിക്ക് ലോഡ് പോലും ആകത്തില്ല എനിക്ക്. ആടോ ഓക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണത് പോലെ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട്. പെട്ടെന്ന് വന്ന് നിർത്തുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളെ ബാധിക്കും. 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. അവരിങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്കതിനപ്പുറത്ത് വേറെ അവരെ കുറ്റം പറയാനും ഒന്നുമില്ല. വല്ലാത്തൊരവസ്ഥയത്. അതുവഴി കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. ഞാനും ഇതേപോലെ ഇതിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ TV-യിൽ എത്തിയത്. നിങ്ങളാണ് എന്നെ TV-യെ കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഞാൻ ഈ TV-യിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത് വാസുണ്ണ ഇറക്കി വിട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തുള്ളൂ. അതെൻ്റെ വാക്കാണ്. വിഷമിച്ചിരിക്കണ്ട. എനിക്കൊന്ന് ബാലൻ എന്തോ പനിയോ മൂക്കടപ്പോ എന്തോ ഉള്ള സമയത്തായിരുന്നു എന്തോ അവരോട് വോയിസ് ചോദിച്ചു. പാവം ബാലന്റെ ശബ്ദം ഇങ്ങനല്ലേ. ഇതല്ല എന്റെ ബാലൻ. നമ്മളുണ്ടാണ് എൻ്റെ കൂടെ. അത് പാരെന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ തന്നെ കാണും. ഒരു ഭയങ്കര അവസ്ഥയാണ് അത്. എന്ത് കാണിക്കടാ പണ്ണ്. സോറി പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? പിന്നെ പിന്നെ ലീഡർ വന്ന് സംസാരിക്കണോ സിറ്റുവേഷനിൽ? ഈ നായകോട് കത്തിച്ചോളാം. പഴയ പരുന്തുവാസം അല്ലേ? സീനാണല്ലടാ പോരത്. ആർക്കും പറ്റും. ജീവിച്ച് കാണിക്കാനാ പാട്. ആരംഭിക്കില്ല. Second LX2 Single Nolan Zugru പേരില്ലേ? ഡോർക്കി, ദീപൻ, ബേരി, ഭരതൻ, അമ്പത്തൂർ. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അല്ല എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. വാസുമോനെ, മക്കൾ എന്തിനാ വിഷമിക്കുന്നത്? എന്തുണ്ടേലും ഈ അപ്പാപ്പനുണ്ട് മക്കളുടെ കൂടെ. നമുക്കെല്ലാം ഒന്നിന്ന് തുടങ്ങാം. ഇത് സർപ്രൈസ് ആയി വേണോ? എഡിറ്റിംഗ് വിഷയം എഡിറ്റിംഗ് അല്ലേ? സിനിമാറ്റിക് സ്റ്റാർ നൈസ്. TV versus T47.
നിനക്ക് ഈ വാറിനെ പറ്റി എന്താണ് ഇവിടെ പറയാനുള്ളത്? ഈ വാർ നമ്മള് കളിക്കുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മള് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ടീം ഒന്ന് സെറ്റ് ആക്കാനും സിനർജി സെറ്റ് ആക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഇനിഷ്യൽ രീതിയിലാണ് കളിക്കുന്നത്. രണ്ടുപേരും ഒരു അഗ്രസീവ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ രണ്ടുപേരും ശാന്തമായിട്ട് ആലോചിച്ച് കണ്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ രണ്ട് സൈഡിലേക്ക് നിൽക്കുകയാണ്. ഈ ഡോട്ടിയൂടത്തേക്ക് കുറുത്തൂടത്തേക്ക് ഈ സൈഡിൽ നിന്ന് വീണ്ടും ഇവർ കറങ്ങി അടിക്കാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് രണ്ടെണ്ണം എടുത്ത് മര്യാദക്ക് നിന്ന് അടിച്ചിട്ട് ഉള്ള കഴിവൊന്നുമില്ല ഇവന്മാർക്ക്. അല്ലല്ല ഇവൻ ഈ തീട്ടൊക്കെ ഇതാണ് ജെൻ ജിറക്കൽ ശ്രീഹരി. എല്ലാവർക്കും പേടിയാണ് ബാസ് +1000. ചോദിക്കടാ ജഞ്ചിലെ വാണത്തിനോട് ചോദിക്ക്, നീ ഇതിന്റെ ഇടയ്ക്ക് കയറിട്ട് എന്തോ മുമ്പാണ് സംസാരിക്കുന്നത്. സിൽവർ W ലോലൻ ധൈര്യമായിട്ട് പറഞ്ഞോ, തിരിച്ച് പറയണം. നീ ധൈര്യമായിട്ട് പറഞ്ഞ വാ. വെയിറ്റ് ചെയ്യ്. ഈ വണ്ടി അല്ലടാ, മറ്റേ വണ്ടി ഹൈനുണ്ട് നമുക്ക്. ഹൈനുണ്ട്. റീൻട്രോ അല്ലേ ഹൈനയുടെ? കത്തിച്ചിട്ടേ വരത്തുള്ളൂ, കത്തിച്ചിട്ട് കേട്ടാ. എനിക്ക് വേണ്ടി ജഞ്ചീനെ അടിക്കത്തില്ലേ? ഞാൻ അടിച്ചിരിക്കും വാടാ. നമ്മള് മറ്റേ വാർ സിറ്റുവേഷനിൽ ഇവന്മാരെന്തിനാണ് കിടന്ന് കൊണക്കണേ? കേട്ടോ, അവൻ വാണമേന്ന് വിളിച്ചു വില്ലുവിനെ. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. നേരെ പൊട്ടിച്ചോ. വില്ലുമോനെ എന്തിനാണ് വാണമെന്ന് വിളിച്ചത്? ചെവിക്കല്ല് തൊട്ടൊക്കെ കൊടുത്തു. എന്താ ഞങ്ങള് മര്യാദക്കിരുന്നില്ല, നിന്റെയൊക്കെ ഉണ്ടാക്കാൻ വന്നായിരുന്നു ഞങ്ങള്. എടാ നിന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ മോത്തടിപ്പിക്കടാ നിന്നെ. നീ ഞങ്ങളുടെ സെക്യൂരിറ്റി അടിച്ചിട്ട് പോയാണ് കഴിഞ്ഞ ദിവസം. എടാ സെക്യൂരിറ്റി മോനെ വന്നേ. ഇവന്റെ ചെവിക്കല് തീർത്ത് ആദ്യം ഒരെണ്ണം കൊടു. അവനെ അങ്ങോട്ട് നിർത്തിയാണ്, അവനെ കൊണ്ട് നിർത്തി. ഇവന്റെ ചെവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുത്തേ. ഇവന്റെ ചെവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുത്തേ. We can't be everywhere at once. Security and safety at TVA is really everybody's responsibility. കണ്ണുപോയുണ്ടോ? ഒരു സെക്കൻഡ്, ആ ഇട്ട് കിട്ടിയപ്പോ കണ്ണുപോയുണ്ടോ? അതെന്തൊരു സാധനം അത്? ഇനിയും തല്ലും നിന്നെ. ചെഞ്ചിനുള്ള ഡ്രസ് കണ്ട് എവിടെ കണ്ടാലും നിന്നെ തല്ലും. നീ കാണുമല്ലോ. നീ കൺസൈൻമെന്റ് അടിക്കാൻ പോണേ, ഇതൊന്ന് കാണണോ ഇന്നത്തോ? ചെഞ്ചി തീട്ടങ്ങൾക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്. കൺസൈൻമെന്റ് അടിപ്പിക്കല്ലടാ. ഈ തീട്ടത്തെ കൊന്നു കത്തിക്ക്. ഇവനെ കൊണ്ട് റീസ്പോൺ അടിപ്പിക്കും. കൺസൈൻമെന്റ് അടിപ്പിക്കരുത്. அரங்கமதிர விசில் பறக்கவே he got the look. Oh! Certified all-star.
എഡിറ്റിങ്ങളാ. വാടാ. ഓ നൈസ്. ജയിച്ചപ്പോ ആരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരോ എന്റെ തെറി പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തുമ്പലൊക്കെ അമ്മേ. ഓ ആരാന്നോ എന്തോ. ഓ ഏതാ സീന്. കൺസൈൻമെന്റ് അടിക്കാൻ പോയാ കൺസൈൻമെന്റ് അടിക്കണ്ടേടാ, നാട്ടുകാരുടെ സാമാനത്തിൽ അടിക്കാൻ നിൽക്കണ്ടേടാ. ചുണ്ണിയെല്ലാം മുക്കി കിടത്ത മനസ്സിലായ അവന്റെ സഞ്ചി. കൺസൈൻമെന്റ് നമ്മുടെ ഇവിടെ കുറച്ചാൾക്ക് മുമ്പ് വരെ നമ്മളായിരുന്നു ട്രക്ക് കൊണ്ടുപോണേ. ഇപ്പൊ ഇവിടെ നടക്കുന്നത് സ്പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകണം, മനസ്സിലായോ? സ്പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകണം. സ്പീഡിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അടിച്ചേക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകായിരുന്നു, നമ്മുടെ അടുത്ത് നിന്ന്. അതിപ്പോ ഒരു ഏകദേശം 1 month ആയിട്ടേ ഉള്ളൂ ചേഞ്ച് ആക്കിയിട്ടെന്നാ പറഞ്ഞത്. കൺസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10050 എന്നാണ് പറയുന്നത്. ട്രക്കിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 003 ആണ്. 10050 2003 എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 45 minutes. ഇംഗ്ലീഷ് പറവോ. ഇത് 10:30 കൺസൈൻമെന്റ് 2003 എത്തുന്നത്. ഈ ട്രക്ക് 2003 എത്തുന്നതിന് മുമ്പ് സ്പീഡിയുടെ കയ്യിൽ നിന്ന് ഇത് അടിച്ച് കൺട്രോൾ എടുത്തേ പറ്റും. ഇതാണ് നമ്മുടെ ഇന്നത്തെ. ഇൻ കേസ് നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും സിറ്റിയിൽ ഏതെങ്കിലും ഒരുത്തന്മാര് വന്ന് കഷ്ടത്ത് ചൊറിയുന്നുണ്ടെങ്കിൽ ട്രക്കങ്ങ് വിട്ടേരെ. ഗണ്ണല്ലേ, അത് ഞാൻ മേടിച്ചു തരാം. ബാക്കി നമ്മുടെ ഈ ചൊറിയാൻ വരുന്നവന്മാരുണ്ടല്ലോ, പിന്നെ ജീവിതകാലത്തിൽ ചൊറിയരുത്. ഓ ഫുള്ള് പോലീസ്. അത് ഇവിടെ എത്തിയ ട്രക്ക് കിട്ടിയേ. ബില്ലുള്ളവരെ തൂക്കാം. മോബി ട്രക്ക് ഒന്ന് ഇൻഫോടാ. ട്രക്ക് എവിടാ? ജെൻജി ചിലപ്പോ ഇത് കഴിഞ്ഞ് വരും. കൺസൈൻമെന്റ് നമ്മൾ അടിച്ചെടുത്ത് എന്തായാലും. പാവം ബാലിന് വില്ലു. ഓ വില്ലുവിനെ കൊണ്ടുപോയത്. എല്ലാരും ഇല്ല. ഒരു എക്സാമ്പിൾ പറയാൻ കുട്ടി. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ വെളിയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മുതുക്കി നിൽക്കുന്നതോ, ഞാൻ ആ മുതുക്കിൽ നിന്ന് പറയാം. അവിടെ നിന്ന് ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് വന്ന് തൊട്ടാ ഇപ്പൊ ഈ സിറ്റിയിൽ എത്ര പേര് കയറുമെന്ന് ഞാൻ കാണിച്ചു തരാം കുട്ടിക്ക്. അതെ, കുറച്ച് വലിയ പുള്ളിയാണ്. ഇവിടെ വന്ന് നമ്മളെ തൊട്ടിട്ട് എന്തായാലും പോത്തില്ല. മോനെ ഇത് കൊറേ ഗൂസ് ബംസ് സീൻസ് ഉണ്ടല്ലേ. നൈസറാ എഡിറ്റിംഗ് മോനെ, ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗടാ. BGM സോങ് സെലക്ഷൻസ് ആയിക്കോട്ടെ, ടോപ്പ് നോച്ച് സാധനം. ഓ
ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ നാടിന്റെ രക്ഷകനായി. അവരുടെ സ്വന്തം പരുന്തു ആസുവായി. നൈസ്. തെറ്റാതെ പറയുന്നു. തുനിഞ്ഞിറങ്ങിയാൽ അയാളെ ബ്രഹ്മന് തടുക്കാൻ പറ്റില്ല. നൈസ് എഡിറ്റിങ്. വിശ്വാസാണ് ഈ സാധനം. നൈസടാ, നൈസ് വീഡിയോ.